മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിന് വേണ്ടി മത്സരിച്ച് വിജയിച്ച അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഈ പരാമർശങ്ങളൊക്കെ കണ്ടിരുന്നു. പ്രത്യേകിച്ചും മലപ്പുറം തെന്നലയിൽ അവിടെ നിന്നൊരു LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള മജീദ് അദ്ദേഹം പറഞ്ഞത് ഈ 4 വോട്ടിന് വേണ്ടി സ്ത്രീകളെ കാഴ്ചവെക്കരുത്, അവരൊക്കെ ഭർത്താക്കന്മാരുടെ കൂടെ അന്തി ഉറങ്ങാനുള്ളവരാണ് എന്നാണ്. ഞാൻ കണ്ടിരുന്നു. അവിടെ നിന്ന് അവിടുത്തെ ആളുകൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ പോവുകയും പരാതിപ്പെടുകയും അത് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മുന്നോട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടിയുമായി പോകാൻ തന്നെയാണ് ആ പ്രദേശത്തുള്ള ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളൊന്നും ഇടകലർന്ന ആഘോഷ പരിപാടികൾ ഉണ്ടാവരുത് എന്നാണ്. അദ്ദേഹം ഒരു മത നേതാവാണ്. അപ്പം ആ ഒരു രൂപത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതിൻ്റെ ഒരു സൂക്ഷ്മത ഒരു മതവിശ്വാസി എന്നുള്ള രൂപത്തിൽ പുലർത്തണം എന്നുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾക്കറിയാലോ, ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ്. അപ്പം എല്ലാവർക്കും എല്ലാവരുടെ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മത നേതാക്കന്മാർക്ക് അങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ രൂപത്തിലുള്ള ഒരു അവകാശമാണ് അദ്ദേഹം വിനിയോഗിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിനൊപ്പം തന്നെ ഇപ്പം മുസ്ലിം ലീഗിനെതിരെ കൂടിയാണ് ഈ വിമർശനം. മുസ്ലിം ലീഗിൽ ഉൾപ്പെട്ട അതല്ലെങ്കിൽ അവരുടെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകളെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കുന്നു, അവർക്ക് കൂടെ പ്രാധാന്യം കൊടുക്കുന്നു. അല്ല, ലീഗിനെതിരെയാണ് വിമർശനം എന്നുള്ളത് നമ്മുടെ വായനയാണ്. അദ്ദേഹം ഒരു മത നേതാവ് എന്നുള്ള രൂപത്തിലാണ് പ്രസ്താവന നടത്തിയത് എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പം അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ ഒരു വേറൊരു ഫിനോമിനയിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. വ്യക്തിപരമായ അഭിപ്രായമല്ലേ അപ്പം അതിനകത്ത്? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു മതത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പണ്ഡിത നേതാവാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള അഭിപ്രായം പറയാൻ 100% അദ്ദേഹത്തിന് അവകാശമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. ലീഗിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. നയങ്ങൾക്കെതിരാണോ ഈ പറഞ്ഞതൊക്കെ? ഞാൻ പറഞ്ഞല്ലോ, ലീഗിന്റെ നയങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ലീഗിന്റെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ആളുകളുടെ അഭിപ്രായങ്ങൾ വരും. എല്ലാവരുടെ അഭിപ്രായങ്ങളും സ്വീകരിച്ച് അതിൽ ശരിയും തെറ്റും ഒക്കെ വിവേചനപൂർവ്വം കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ചിന്തയും ശേഷിയും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. ചരിത്രപരമായിട്ട് ലീഗിൻ്റെ ഒരു സഞ്ചാരം പരിശോധിച്ച് നോക്കിയാൽ ലീഗ് തുടക്കം കുറിച്ച ആ സമയം മുതൽ എന്നാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായത്, അല്ലെങ്കിൽ ഇതിന് മുൻപ് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഐഡിയോളജി പ്രവർത്തനം ആരംഭിച്ചത്, അന്ന് മുതൽ ഇതിൽ സ്ത്രീ സാന്നിധ്യമുണ്ട്.